ഹലോ നമസ്കാരം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൊല്ലം സുധി മരിച്ചു. പക്ഷെ മരിച്ചാലും കുറേ ആൾക്കാർ അദ്ദേഹത്തിന് വെറുതെ വിടുന്നില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ അവർ ഇപ്പോൾ അവൻ്റെ ഒരു ഓഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്, ഇതിലെ രേണു സുധി വന്ന അത് കാരണമാണ് അവൻ്റെ ബന്ധം വേർപിരിയാൻ കാരണം. നമ്മൾ വിചാരിക്കുന്നത് രേണു സുധി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാര്യ എന്നാണ്. പക്ഷേ രണ്ടാമത്തെ ഭാര്യയല്ല, ഇത് മൂന്നാമത്തെയാണ് രേണു സുധി. ഇപ്പോൾ ഇനി അടുത്ത ബിഗ് ബോസ് ഒക്കെ വരാൻ പോകുമല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ രേണു സുധിയും ഇവരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി കാണിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഒരു ഡൗട്ടാണ് കേട്ടോ. കാരണം പറഞ്ഞാൽ കൂടുതൽ വൈറലായ ആൾക്കാരല്ലേ ബിഗ് ബോസ് വരിക. ഇതിൽ ഈ രണ്ടാമത്തെ ഭാര്യ അവർ പറയുന്നത് ഇവർ മൊത്തം നാടകവും മീൻസ് അങ്ങനെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് രേണു സുധിയും രേണു സുധി അല്ല, രണ്ടാമത്തെ വൈഫും അതുപോലെ നമ്മുടെ കൊല്ലം സുധി ആളും തമ്മിൽ അവരിങ്ങനെ ഇടപഴകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കുറേ മറുമറിഞ്ഞൊക്കെ നടക്കുന്ന സമയത്താണ് ഈ രണ്ടാമത്തെ ഭാര്യ കൊല്ലം സുധിയോട് ചോദിക്കുന്നത്, എന്നെ വിവാഹം കഴിക്കാമോ? അങ്ങനെ വിവാഹം കഴിച്ച് കുറേ നാളായ ശേഷമാണ് ഇവരുടെ ഫോണിൽ സുധിൻ്റെ ഫോണിൽ കാണുന്ന മെസ്സേജ്, രേണു അയച്ച മെസ്സേജ്. ഇപ്പം നിങ്ങൾ എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിന് കൊല്ലം സുധി ഉത്തരം പറഞ്ഞത്, ഞാനും എൻ്റെ ഭാര്യയും വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് ഒരേ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജുകൾ, അതുപോലെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഇവർക്ക് അവരോടുള്ള ഒരു ഇഷ്ടം പോയിട്ട് വേണ്ട വെച്ചത്. കാരണം അവരുടെ ഭാര്യയാണെന്ന് പറയുന്നത് പോലും ഈ രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവർ പറയണ സത്യാവസ്ഥ നമുക്ക് അറിയുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതിൽ എവിഡൻസ് വേറെ ഒരു കാര്യമില്ല. ഇവരിപ്പോൾ ഈ കാരണം മരിച്ചിട്ട് കുറച്ചായി, എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിലൂടെ എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നതും എനിക്കറിയുന്നില്ല. കാരണം ഇപ്പോൾ കുടുംബകാര്യങ്ങൾ മെയിനായി ചർച്ച ചെയ്യുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പേര് മാറ്റി സീരിയൽ എന്നാക്കണം. കാരണം അത്രയും കുടുംബത്തിലെ കാര്യങ്ങളാണ് ഇതിൽ കൂടുതലും ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് രേണു സുധിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതേപോലെ അവിഹിതം അങ്ങനെയുള്ള ബന്ധങ്ങളാണോ എന്നൊരു ഇൻ്റർവ്യൂവിൽ ആൾക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ കറക്റ്റ് അവൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു. കാരണം അവൻ്റെ അവസ്ഥ നോക്ക്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇവൻ്റെ കല്യാണം കഴിച്ചു ഇല്ലേ എന്നുള്ള തെളിവ് കാണിക്കേണ്ട ഒരു വലിയൊരു അവസ്ഥയാണ് വന്നത്. മരിച്ചിട്ട് പോലും ഒരു ഹാപ്പി കിട്ടില്ല. ഇങ്ങനെയൊക്കെ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ എന്തിനാണത് ഈ അപവാദങ്ങളൊക്കെ വെച്ച് പരത്തുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം സുധിക്ക് മരിച്ചിട്ട് ഒരു ചീത്ത പേരല്ലേ വരിക. കുറേ ഇങ്ങനെ മോശമായിട്ടുള്ള രീതി, കുറേ ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഇവർ വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഞാൻ ഫോൺ നോക്കിയ സമയത്ത് രേണു സുധിയുടെ മെസ്സേജ് കണ്ടു. അപ്പോൾ രേണു സുധി ചോദിച്ചു, എന്താണ് പറയുക, നിങ്ങളുടെ ഭാര്യ കൊല്ലം സുധി പറഞ്ഞു, എൻ്റെ ഭാര്യയൊക്കെ കുറേ ആൾക്കാരെ അറിയാം, ഈ മേഖലയിൽ കുറേ ആൾക്കാരും അതുപോലെ നല്ല കൂട്ടുകെട്ടും കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ള കാരണം നമ്മുടെ കാര്യങ്ങൾ അറിയും, അതുകൊണ്ട് കറങ്ങാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെ അവർ ചാറ്റ് വായിച്ചെന്നാണ് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ വൈഫ്. ഇതൊന്നും നമുക്ക് സത്യാവസ്ഥയില്ല. കാരണം തെളിവുണ്ടെങ്കിലേ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ചെയ്യുന്നത് രേണു സുധി ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. അപ്പോൾ അതിന് വേണ്ടി അവരുടെ ഇമേജ് കാരണം അവർക്ക് കുറേ അപവാദങ്ങൾ വരുന്നുണ്ട്, പ്രശ്നങ്ങളും അതുപോലെ നെഗറ്റീവ്സ് വരുന്നുണ്ട്. എന്നാലും അവൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. അവൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ ചോദിച്ചാൽ ശരിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ടുണ്ടോ നമുക്കറിയാം. ഈ പറഞ്ഞ കാര്യത്തിൽ കേട്ടോ, അല്ലാതെ എല്ലാ കാര്യത്തിലും അല്ല. അവർ ഈ സുധിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകനെ സുധിക്ക് മകനുണ്ടാകുമ്പോൾ പറയുമ്പോൾ സുധിക്ക് ഏകദേശം ഒരു
നല്ല പ്രായമായിട്ടുണ്ടാകും. ആ സമയത്ത് തന്നെ രേണു സുധി കല്യാണം കഴിച്ച് ആ ഒരു കുട്ടിയെ സ്വന്തം കുട്ടീനെ പോലെയൊക്കെ നോക്കി കറക്റ്റായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരവൻ്റെ കടമ കറക്റ്റായി ചെയ്തു. കാരണം അവരുള്ള സമയത്ത് മരിക്കുന്നതിൻ്റെ മുമ്പ് വരെ അവർ ഈ സോഷ്യൽ മീഡിയയിലും അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ അതിന് ശേഷമാണ് ഇപ്പോൾ വരാൻ തുടങ്ങിയത്. ഇവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ആ സമയത്ത് അവരൊന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ അവർക്ക് കുറേ നെഗറ്റീവ്സൊക്കെ വന്ന് എങ്ങനെ കിടക്കുകയാണ്. കാരണം ഇത് മൊത്തം കുടുംബ ചർച്ച. ഇതിപ്പോൾ ഇവർ രണ്ടാമത്തെ വൈഫ് വന്ന് പറയേണ്ട ഒരാവശ്യവും ഇല്ല. അതാണ് നമ്മുടെ മെയിൻ ചോദ്യം. അവർക്ക് ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല.